ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും തികഞ്ഞ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. കേരളക്കരയുടെ പ്രത്യേകിച്ചും മലബാറിലെ ജനങ്ങളിലെ ജാതി മത ഭേദങ്ങൾക്ക് അതീതമായ ആരാധനാ ദൈവമാണ് മുത്തപ്പൻ. പക്ഷേ മുത്തപ്പന്റെ പുരാവൃത്തം ഇതുവരെ ഒരു സിനിമയിലും വന്നിട്ടില്ല, പ്രമേയമായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കഥ മലയാള സിനിമയിൽ എത്തുന്നത്. ഇതിനു മുൻപ് ഒരുപാട് പേര് എടുക്കാൻ ആഗ്രഹിച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് പൂർത്തീകരിച്ച് തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുന്നത് ഇതാദ്യമായിട്ട് തന്നെയാണ്. ഇപ്പം പ്രധാന ഭാഗം എന്ന് പറയുന്നത് മുത്തപ്പന്റെ പുരാവൃത്തങ്ങളും അതുപോലെ തന്നെ പുതിയ കാലത്തെ കുടുംബ ബന്ധങ്ങളിലെ സംഘർഷങ്ങളെയും ഒക്കെ കോർത്തിണക്കിയ ഒരു ചിത്രമാണിത്. അപ്പൊ നമ്മൾ ഇതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പ്രകൃതിയെയും മനുഷ്യനെയും പൊന്നുപോലെ സ്നേഹിച്ച് ഉത്തര മലബാറിന്റെ സ്വന്തം ദൈവ സങ്കല്പമായ കുന്നത്തൂർ മലയിലുള്ള മുത്തപ്പനെ ഇങ്ങോട്ട് ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന മലയിറക്കൽ ചടങ്ങിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുവാനായിട്ട് പോകുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾക്ക് തദവസരത്തിൽ തന്നെയുള്ള ആചാരവൃത്തി പ്രകാരമുള്ള ശ്രീ മുത്തപ്പന്റെ വെള്ളാട്ടവും മറ്റും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആദ്യം മുത്തപ്പനെ മലയിറക്കി ഈ ഒരു ദൈവികമായ രീതിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ ആദ്യം കടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും മുത്തപ്പന്റെ മലയിറക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് തന്നെ ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു ചിത്രം പ്രേക്ഷകരിലേക്കും അഭ്രപാളികളിലേക്കും എത്തിക്കുവാൻ കാണിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്ത അദ്ദേഹത്തെ ഈ ഒരു വേദിയിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ ഓർത്തുകൊണ്ടാണ് ഞാൻ വേദിയിലേക്ക് നമ്മുടെ ചിത്രത്തിന്റെ ഡയറക്ടറിനെ സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. പൗരാണിക കാലം മുതലേ ഉത്തര മലബാറിൽ ജാതീയമായും തൊഴിൽപരമായും അടിച്ചമർത്തപ്പെട്ടിരുന്ന കീഴാള ജനതയുടെ പോരാട്ട നായകനും കൺകണ്ട ദൈവവുമായ ശ്രീ മുത്തപ്പന്റെ പുരാവൃത്തം നമ്മുടെ ശ്രീ മുത്തപ്പൻ എന്ന ചിത്രത്തിലൂടെ അനാവരണം ചെയ്യുമ്പോൾ അത് ഡയറക്ട് ചെയ്ത ബഹുമാനപ്പെട്ട ചന്ദ്രൻ നരിക്കോട് അദ്ദേഹത്തെ വേദിയിലേക്ക് നിറഞ്ഞൊരു കയ്യടിയോടുകൂടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. So I request everyone, please put your hands together and welcome him onto the stage. സാധാരണ ഒരു ഓഡിയോ റിലീസ് അല്ലെങ്കിൽ ഒരു ടീസർ റിലീസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആർപ്പ് വിളികളോടുകൂടിയൊക്കെയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാറ്. പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹമുണ്ട്, ഒരു ദൈവീകതയുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ബഹുമാനത്തോടും എളിമയോടും കൂടെ സാറിന് ഞാൻ ഈ വേദിയിലേക്ക് നിറക്കയ്യടിയോടുകൂടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിലെ ഒരുപാട് അടയാളപ്പെടുത്തിയ ഒരു ഡയറക്ടർ എന്നല്ല ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു കർഷകന്റെ ഒരു സാധാരണ മനുഷ്യനാണ്. എൻ്റെ വലിയൊരു ആഗ്രഹം ഒരു സിനിമ സംവിധായകനാകുക എന്നതായിരുന്നു. നമ്മൾ മുത്തം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നോ അതായിത്തീരും എന്ന് പറഞ്ഞതുപോലെ, പൗലോക്കോല പറഞ്ഞതുപോലെ, നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളെ കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ മേഖലയിലേക്ക് എത്തിയ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്തത് പാതി എന്നൊരു സിനിമയായിരുന്നു. അതും ഒരു തെയ്യത്തിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി അതൊരു ഭ്രൂണഹത്യയെ കുറിച്ച് പറയുന്നൊരു കഥയാണ്.
അതിലേറ്റവും മുൻനിര ആർട്ടിസ്റ്റായ ജോയ്മത്ത് സാറ്, ഇന്ദ്രൻ സാറ്, കലാവൻ ഷാജോൺ, കലിംഗ ശശി, മരിച്ചുപോയി, നമ്മുടെ വിട്ടുപോയി, മത്സരമല്ല, അങ്ങനെ ഒരു വലിയൊരു നിരയാണ് വെച്ചിട്ടാണ് സിനിമ ചെയ്തത്. അപ്പം അന്ന് എൻ്റെ കൂടെ നിന്ന് പലരും, അതിന് മ്യൂസിക് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് നാരായണൻ സാറായിരുന്നു. അവരെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒരു മൂന്നാമത്തെ പടത്തിലും അവരെ മുന്നിൽ നിൽക്കാൻ പറ്റുമ്പോൾ, അതും ശ്രീ മുത്തപ്പൻ്റെ സിനിമ ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. കാരണം ഈ സിനിമ ചെയ്യുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ, അനീഷ് പിള്ള എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു നല്ല മനസ്സാണ്. കാരണം പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ കെട്ടുന്ന ബാലകൃഷ്ണ പെരുവണ്ണാനെ കുറിച്ചൊരു ഡോക്യുമെൻ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ആദ്യം ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മളതിനെക്കുറിച്ച് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു. മുയ്യൻ രാജനും ഞാനൊക്കെ ചേർന്ന്, ബിജു ചേരിയൊക്കെ ചേർന്ന് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോൾ ഇവിടെ എന്തോ ഒരു മനസ്സിൽ എവിടെയോ ഒരു തോന്നൽ, ഇത് സിനിമയാക്കിയാൽ നന്നാവുമെന്ന്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് മുത്തപ്പനെ കുറിച്ചൊരു സിനിമ വന്നിട്ടില്ല. ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട് മുത്തപ്പനെ കുറിച്ച് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ടില്ല. പലതും സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ടുണ്ട്, പൂജ കഴിഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് നടന്നിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ എന്തൊക്കെയോ വാക്കും അടിയും കൂടിയൊക്കെ കൂടിയാലും ഒരു നല്ല മനുഷ്യൻ്റെ ഒരു കൈപിടുത്തം, അനീഷ് പിള്ള എന്ന മനുഷ്യൻ്റെ കൈപിടുത്തം ഈ സിനിമ പൂർത്തിയാവാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം. അപ്പം ഞാൻ ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ അനീഷിനെ വിളിച്ച് പറയാണ്, അനീഷ് ഭായി, നമുക്കിത് സിനിമയാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അനീഷ് പറഞ്ഞാൽ ആവട്ടെ, നമുക്ക് സിനിമ ചെയ്യാം. അപ്പം അങ്ങനെ നമ്മളൊരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നീട് ഈ സിനിമ ഇങ്ങനെ ആയി, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്ന് നിൽക്കുമ്പോൾ ഞാനും ഇങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ്. ഇതിങ്ങനെ സിനിമയായത് എൻ്റേതോ അല്ലെ എൻ്റേതായ ഒരു കൂട്ടായ്മക്ക് അപ്പുറം എവിടെയോ ഒരു മുത്തപ്പൻ്റെ ഒരു സാന്നിധ്യം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വലിയ വിശ്വാസമൊന്നുമല്ല കേട്ടോ, ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരാളൊന്നല്ല. അങ്ങനെ വലിയൊരു, ഞാനൊരു കാലത്ത് യുക്തിവാദമൊക്കെ പറഞ്ഞ് നടന്നൊരു തോന്നിയ അവസ്ഥയായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ തുടങ്ങിയത് മുതൽ ഈ അവസാനിക്കുന്നത് വരെ നമ്മളറിയാത്ത, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറല്ല, സത്യമായിട്ടും അല്ല. ഇത് മുത്തപ്പൻ തീരുമാനിച്ചൊരു സിനിമയുടെ അസോസിയേറ്റ് വർക്ക് ചെയ്ത ഒരാൾ മാത്രമാണ്. അങ്ങനെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മുത്തപ്പൻ ചെയ്ത സിനിമയുടെ അസോസിയേറ്റ് വർക്ക് ചെയ്തൊരു അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവം ഈ സിനിമയായിട്ട്. ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും, എന്തൊക്കെയാണോ നമുക്ക് അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനൊക്കെ അപ്പുറം നമ്മളെ തടസ്സപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു ഈ മുത്തപ്പൻ. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് മുത്തപ്പനെ കുറിച്ചൊരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം നമ്മുടെ ഈ ടീമിന്, ഞാനും അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അല്ലെങ്കിൽ സംഗീത സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും നമ്മുടെ കൂടെ നിന്ന് അതിൻ്റെ ക്യാമറയും അസോസിയേറ്റ് ഡയറക്ടറും എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയിൽ നമുക്കാണ് അതിനൊരു ഭാഗ്യം കിട്ടിയത് എന്നതാണ് എൻ്റെ ഒരു സന്തോഷം. പിന്നെ ഈ മുത്തപ്പനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അധികം നിരൂപിക്കുന്നില്ല, ഞാൻ ഒരു 2 മിനിറ്റോട് ഞാൻ അവസാനിപ്പിക്കാം. ഈ മുത്തപ്പനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയുന്നത്, ഈ പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ആദ്യം പോകുമ്പോൾ നമുക്ക് ഒരു വീട്ടിൽ സൽക്കരിക്കുന്നത് പോലെ കുറച്ച് കടലപ്പുഴുക്കും ചായയും കിട്ടും. പിന്നെ മുത്തപ്പനെ കാണാം. ഉച്ചയ്ക്ക് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അവിടുത്തെ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്കവിടെ ചായ കിട്ടും, രാത്രി നമുക്ക് അവിടെ ഭക്ഷണം കിട്ടും, അവിടെ കിടക്കാനൊരു പായയും തണലും കിട്ടും. ഒരു ദിവസം നമുക്ക് അവിടെ താമസിക്കാൻ എല്ലാം കൊണ്ടും വളരെ ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് അവിടെ. മറ്റൊന്ന്, അവിടെ ജാതിയോ മതമോ വിശ്വാസമോ രാഷ്ട്രീയമോ ഇല്ലാതെ ആർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് പറശ്ശിനിക്കടവ്. ഈ പറശ്ശിനിക്കടവിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെ ആയാലും, ചില നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ കുറേ കച്ചവടവും ബിസിനസ്സൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മനുഷ്യനായിട്ട് ചെല്ലാൻ പറ്റുന്ന ഇടങ്ങൾ വളരെ കുറഞ്ഞു വരുവാണ് ഈ കാലത്ത്. പൊതുവെ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും അവിടെ മതത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജാതിയിൽ നിന്നുകൊണ്ട് മാത്രം പോകാൻ പറ്റുന്ന ഇടത്തുനിന്ന് മാറിയിട്ട് മനുഷ്യനായിട്ട് മുണ്ടും മാടി കുത്തി പോകാൻ പറ്റുന്ന സ്ഥലമാണ് പറശ്ശിനിക്കടവ്. അതുപോലെ തന്നെ മുത്തപ്പനെ കുറിച്ച് പറയുമ്പോൾ ഇത്
ഇതൊരു ദൈവസങ്കല്പം എന്നതിനപ്പുറം നമ്മൾ ഈ നാട്ടിൻപുറത്ത് വെറുതെ പറയുന്നൊരു കാര്യമുണ്ട്. അത് ഞാനത് പെട്ടെന്ന് മനസ്സിലാവാൻ പറയുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ നേതാവ് അല്ലെങ്കിൽ മെമ്പറാണ് മുത്തപ്പൻ എന്ന് പറയും. കാരണം വളരെ വളരെ സാധാരണക്കാരൻ്റെ ഏറ്റവും താഴേക്കടിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ കള്ളു കുടിക്കുകയും ഇറച്ചി കഴിക്കുകയും മീൻ ചുട്ട് കഴിക്കുകയും ചെയ്യുന്ന വളരെ സാധാരണക്കാരന് വേണ്ടിയിട്ട് സാധാരണക്കാരുടെ കൂടെ നിന്ന് ഒരു ദൈവം എന്ന നിലയിൽ, അല്ലെങ്കിൽ അത് ദൈവമാണോ അല്ലാതൊരു മിത്തോ എന്തോ ആയിക്കോട്ടെ, അതൊരു ആ സങ്കല്പം മലബാറിലെ സാധാരണ മനുഷ്യരുടെ ഒരു ആശ്വാസമാകുന്നുണ്ടെങ്കിൽ, അത്തരം ഒരു സങ്കല്പത്തെക്കുറിച്ച് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് എന്തായാലും അതിനെനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെൻ്റെ കൂടെ നിന്ന് എൻ്റെ ആർട്ടിസ്റ്റ്, അതിലെല്ലാ സഹപ്രവർത്തകരെയൊക്കെ അവരൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ മുത്തപ്പനോട് ഒരിക്കൽ കൂടി എൻ്റെ എന്താ പറയേണ്ടത്, എന്നിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തൊരു സംഭവം എന്നെ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അത് നീ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു നന്മ, ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ നാട്ടിൻപുറത്തെ ഏറ്റവും നാട്ടിൻപുറത്തെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് മുത്തപ്പൻ്റെ ഏറ്റവും വലിയ, നമ്മളൊക്കെ നെഞ്ഞിനോട് ചേർത്ത് വെക്കേണ്ട കാര്യം. ഏറ്റവും സാധാരണക്കാരായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്തു എന്നതാണ് മുത്തപ്പൻ്റെ, നമ്മളൊക്കെ അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ആരാധിക്കുകയും ചെയ്യുന്ന മുത്തപ്പൻ്റെ ഒരു ക്വാളിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരുപാട് സംസാരിച്ച് ഞാൻ നിങ്ങളുടെ സമയം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും എൻ്റെ ആദ്യത്തെ പടം മുതൽ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഓരോ പടം കഴിയുമ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എല്ലാവരും വീണ്ടും, ഇപ്പോൾ ജോയ് സാറൊക്കെ എന്നോട് പറയാറുണ്ട്, എടാ നീ എന്നോട് കഥയൊന്നും പറയണ്ട, അടുത്ത പടം എപ്പോൾ നീ പറഞ്ഞാൽ ഞാൻ വരാമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ രമേശ് സാറോട് സാറേ ഒരു സിനിമ അതൊന്നും കുഴപ്പമില്ലടാ, ഞാൻ വലിയ പൈസയ്ക്ക് വാങ്ങിക്കും, നിന്നോട് എനിക്ക് എങ്ങനെ ഞാൻ പൈസ വാങ്ങിക്കുവാടാ, നീ കുഴപ്പമില്ല, നീ വാദം അറിയും. അങ്ങനെ ഇപ്പോൾ രഞ്ജിത്തൊക്കെ എൻ്റെ കൂടെ ഒന്നിച്ച് ഞാൻ രാമോ സ്കൂളല്ല അവർ അഭിനയിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ രഞ്ജിത്ത് എന്നോട് പറഞ്ഞു, നീ പൈസ ഒന്നും തരണ്ട, നീ ഇങ്ങനെ വിളിക്ക്, നമുക്ക് എത്രയും നമുക്ക് കണ്ടിട്ട്, അതല്ലെങ്കിൽ നമ്മളെ ഈ മുത്തപ്പനായിട്ട് അഭിനയിച്ച മണിക്കൂട്ടനോട് പറഞ്ഞത്, എനിക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഞാൻ പറഞ്ഞു ബെനിഫിറ്റ് ഉണ്ടാവും, അത് മുത്തപ്പൻ്റെ അനുഗ്രഹമായിരിക്കും, അതുകൊണ്ട് ക്ഷമിച്ചുകളാന്ന് പറഞ്ഞിട്ട് ചേർത്ത് നിർത്തിയേ. അപ്പോൾ എന്നെ എല്ലാവരും ഇങ്ങനെ എനിക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാനൊരു വലിയൊരു പൈസ ഉണ്ടാവണം, അക്കൗണ്ടിൽ പൈസ, എൻ്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല കേട്ടോ, ഇപ്പം ഞാൻ വേണം കാണിച്ചത്. പക്ഷേ ഇങ്ങനെ കുറേ ആൾക്കാരില്ല, കുറേ ആൾക്കാർ നല്ല മനുഷ്യർ, അവരൊക്കെ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, സന്തോഷം, അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഊർജ്ജം. അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ യാത്രകളിലും മുത്തപ്പനും മുത്തപ്പൻ്റെ പിന്നെ അനുഗ്രഹവും അതിനേക്കാൾ അപ്പുറം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ എല്ലാമായ നിങ്ങളുടെ ചേർത്ത് പിടിക്കലും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇതിന്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രമേശ് നാരായൺ ജി, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്, ഒരുപാട് ഇഷ്ടമുള്ളതാണ്, എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരുപാട് ഒരു ആനന്ദം തരുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും ഈ ഒരു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ അടുത്തതായ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു സിനിമയിൽ സംഗീതം ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും ദൈവാനുഗ്രഹമുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. അപ്പം ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ നമ്മുടെ ശ്രീ മുത്തപ്പൻ എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ശ്രീ രമേശ് നാരായൺ ജിയെ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ക്ഷണിക്കുകയാണ്. എൻ്റെ ഒപ്പം മറ്റെല്ലാ അതിഥികളെയും ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മളൊരു നിയോഗം നേതൃത്വം എന്നൊക്കെ പറയുമല്ലോ. ഇപ്പൊ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ കൈപിടിച്ച് കൊണ്ടുപോകാറുണ്ട്. കടവ് കടന്നിട്ടാണ് മുത്തപ്പൻ്റെ അടുത്തേക്ക് പോവുക. ദിസ് ഈസ് 50 years ബാക്ക് ഓൾമോസ്റ്റ്. അപ്പൊ അന്ന് ചെറിയ ചെറിയ മഴ തുള്ളികൾ പെയ്യുന്ന, മുത്തപ്പൻ്റെ ബോട്ടിൽ കയറുമ്പോഴുള്ള മഴ പെയ്യുന്നത്, ഈ ബോട്ട് കയറിയിട്ടാണ് കടവ് കടന്നിട്ട് നമ്മൾ പറശ്ശിനിക്കടവിലെത്തുന്നത്. അത് ഭയങ്കര ഓർമ്മയായിരുന്നു എനിക്ക്. അപ്പം അത് പല സമയത്തും മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് മനസ്സിൽ വരും. പിന്നെ വീട്ടിൽ വലിയൊരു അൽസേഷൻ ഡോഗ്, അത് കുറേ പട്ടികൾ വീട്ടിലുണ്ട്. അപ്പോൾ
റാണി എന്ന് പറഞ്ഞ പേരുള്ള ഹൈറ്റിൽ നല്ലൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു അസുഖം, ഒരു വ്രണമാണത്. അപ്പൊ ഇത് ഒരിക്കലും മാറുന്നില്ല ഇത്. അപ്പോ അമ്മ എന്ത് ചെയ്തു, ഇതിനെ കാറിൽ കൊണ്ടുപോയിട്ട് മുത്തപ്പന്റെ പറശ്ശിനിക്കടവിൽ അവിടെ വിട്ടു. ഒരു 10-15 ദിവസം അവിടെ ഇട്ട് തിരിച്ചു വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ ഈ വ്രണം ചുരുങ്ങി വന്ന് എൻ്റെ കണ്ണിൽ കാണുന്നത്. ഈ വ്രണം ചുരുങ്ങി അത് പിന്നെ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ട് പിന്നീട് ഈ റാണി നമ്മളെ കൂടെ തന്നെ കുറെ കാലം ജീവിച്ചു. അപ്പൊ ഇത് നമ്മൾ പല സമയത്തും മുത്തപ്പൻ്റെ അടുത്തേക്ക് പോവും വരും. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ വരും. എവിടെ പോയി കഴിഞ്ഞാലും മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് ചായയും മറ്റ് നമ്മുടെ അവിടെ ഭക്ഷണം കഴിക്കും. ഇതൊക്കെ യൂഷ്വലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് വളരെ കാലം മുന്നേ മുത്തപ്പൻ്റെ പേരിൽ ഒരു കാസറ്റ് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ അറിയാമല്ലോ, നല്ല മ്യൂസീഷ്യനാണ്, ഗായകനാണ്. അപ്പൊ ഇദ്ദേഹം, ഞാനന്ന് ബോംബെയിൽ പഠിക്കുന്ന സമയത്ത് രാമേന്ദ്രൻ ഒരു കാസറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പാടുന്നു. ഫസ്റ്റ് ആദ്യമായിട്ട് മുത്തപ്പനെ പറ്റി പാട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ അന്ന് ഞാൻ സിതാർ വായിക്കും. അപ്പൊ എന്നെ ഇതിൻ്റെ കൂടെ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും സിതാർ വായിക്കാനുമായിട്ട് എന്നെ നിയോഗിച്ചു. അപ്പൊ അതിൻ്റെ ഒരു കൂടെ നിൽക്കാനുള്ള ഒരാളായി ഞാൻ മാറി. പിന്നീട് ആ പാട്ട് വളരെ ഹിറ്റായി. ഈ ഇടയ്ക്ക് ഞാൻ ഹേമയെ പിന്നീട് കല്യാണം കഴിച്ചപ്പോൾ ഹേമ ഈ പാട്ട് പാടി എന്നെ കേൾപ്പിച്ചപ്പോൾ, എടാ ഈ പാട്ട് നിനക്ക് അറിയാമെന്ന് ചോദിക്കുന്നു ഞാൻ. അപ്പൊ ഇങ്ങനൊരു കണക്ഷനൊക്കെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു ദിവസം നമ്മുടെ ചന്ദ്രനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ചന്ദ്രന്റെ പടങ്ങള് പാതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ്. അതിന്റെ റീ റെക്കോർഡിങ് സമയത്ത് ഞാൻ ജോയ് മേത്തേജിനെ വിളിച്ചിട്ട്, എന്തൊരു മൂവിയാണത്, ബ്യൂട്ടിഫുൾ മൂവി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പല സ്ഥലത്തു നിന്നും, ചെന്നൈയിൽ നിന്ന് AR റഹ്മാന്റെ ഒരു ഗ്രൂപ്പ് അവരെന്നെ വിളിച്ചു. അത് ഈയിടെയാണ്, കുറച്ചു മുന്നേ. അപ്പൊ ഈ സിനിമയും ഈ സിനിമയുടെ സംഗീതത്തെ പറ്റിയാണ് അവർ ഡിസ്കസ് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം, എത്രയോ കാലങ്ങൾക്ക് ശേഷം. അതേപോലെ ഇൻട്രൻസിന്റെ വർക്ക് ചെയ്ത് അതൊക്കെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു പടമാണത്. അതിനുശേഷം ഒരു ദിവസം വീട്ടിൽ പുറത്തിരുന്നപ്പോഴാണ് ചന്ദ്രൻ വിളിച്ചിട്ട് മുത്തപ്പൻ്റെ ഒരു പടമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ശരിക്കും ഈ മുത്തപ്പൻ്റെ പടം എനിക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എനിക്കറിയാം, എനിക്കൊരു അതിശയം തോന്നിയില്ല സത്യത്തിൽ. ഇത് എനിക്ക് തന്നെ വരേണ്ടതാണ്, ഇത് എൻ്റെ പേരിൽ തന്നെ വിളിക്കേണ്ടതാണ് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ആ സമയത്ത്. ഓക്കെ, അത് എനിക്കൊരു വലിയ ഓവറായിട്ടുള്ള വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒന്നുമില്ല എനിക്ക്. പക്ഷെ ഒരു വിശ്വാസം ഉണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മള് അവിശ്വാസം ഇല്ല ഒരു കാര്യത്തിലും. ആ ഒരു കാര്യമാണ് ഒരു മനുഷ്യന് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളിലേ നടക്കുന്ന ഇവിടെ. എല്ലാം നമുക്ക് വല്ലതും അറിയോ? അപ്പോൾ അങ്ങനെയാണ് ഈ പടം വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പാട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് ഫീമെയിൽ സോങ് ആണ്. അപ്പൊ ഇത് ആര് പാടണം എന്ന് നോക്കി മോള് ട്രാക്ക് പാടിയിട്ടുണ്ട്, മധുഷ. സാധാരണ മോള് പാടുമ്പോൾ ഞാൻ ഒന്നുറങ്ങ് പാടിച്ച് മോളൊക്കെ ഒന്നും ഫിക്സ് ആക്കാണ്. അപ്പൊ ഈ ഗാനം ഞാൻ വിചാരിച്ചു ഇത് ചിത്ര പാടട്ടെ. കുറച്ച് കാലമായി ചിത്ര എനിക്ക് പാടിയിട്ട്. അപ്പൊ അങ്ങനെ ചിത്രയെ വിളിക്കുന്നു. ചിത്ര ഉണ്ട്. ചിത്ര പാടാൻ വന്നപ്പോ പറയാണ്, പക്ഷെ ഞാനത് ഇപ്പൊ കുറച്ച് 2 മാസം ഒരു മാസം മുന്നേ പറശ്ശിനിക്കടവിൽ പോയി. അപ്പൊ മുത്തപ്പൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എനിക്ക് പാട്ടില്ല. മുത്തപ്പനെ പറ്റിയിട്ട് പാടാൻ എനിക്ക് മുന്നേ ഞാൻ പാടിയെങ്കിലും എനിക്ക് പാട്ട് ഓർമ്മയില്ല. പണ്ട് ഒരു പാട്ടോ കുറച്ച് പാട്ടോ എന്തോ പാടിയിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴ് ചിത്ര പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, ഒരു പാട്ട് പാടണം കേട്ടോ, വരും എന്ന്
വാക്ക് അന്ന് മുത്തപ്പൻ അവിടെ സിദ്ധാജി എടുത്ത് പറഞ്ഞു അയ്യോ ഇതൊരു വളരെ എനിക്ക് നിമിത്തമായിട്ടാണ് രമേശ് ജി എന്നെ ഈ പാട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ചിത്രാജിക്ക് വേണ്ടി പാടണം വിചാരിച്ചല്ല, ആക്ച്വലി മോള് പാടാനിരുന്നതാണ്. അപ്പൊ എനിക്ക് ഒരു പെട്ടെന്ന് ഒരു സമയത്ത് തോന്നിയാണ് ഇത് ചിത്ര പാടട്ടെ. അങ്ങനെയാണ് എനിക്കിത് തോന്നുന്നത്. എന്തായാലും ഇത് നിങ്ങൾക്ക് വെച്ചിട്ടുള്ള പാട്ടാ, അപ്പൊ പാടുക. അങ്ങനെയാണ് ഈ പാട്ട് പാടുന്നത്. ഇങ്ങനെയുള്ള കോയിൻസിഡൻസ് ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. പലവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പല കാര്യങ്ങളും എനിക്ക് പല വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രിയദർശന് വേണ്ടിയിട്ട് നമ്മളൊരു അയോധ്യ, ഹിസ്റ്ററി ഓഫ് അയോധ്യ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മൂവി, ഒരു 3 മണിക്കൂറുള്ള മൂവി. അതേപോലെ അതിൽ ഒരു കൃതി എടുക്കാൻ വേണ്ടി നോക്കി. ഞാൻ ഒരുപാട് തെരഞ്ഞിരുന്നു. ഒരു ദിവസം രാവിലെ ഇതിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, ഓംകാരം. ഇതിൽ ഒരു ഫസ്റ്റ് തുറന്നേ ഉള്ളൂ ഞാൻ. അത് 1008 പേജായിട്ടുണ്ട്. അതിൽ തുറന്ന ഉടനെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള എനിക്ക് ആവശ്യമുള്ള പദമാണ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. പിന്നെ നോക്കിയിട്ടില്ല ഞാൻ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പല സമയത്തും എത്തിപ്പെടാറുണ്ട്. അപ്പം അങ്ങ് വിടാം അതൊക്കെ. പക്ഷേ അതിലൊക്കെ ഒരു വിശ്വാസവും ഒരു സങ്കല്പവും ഒക്കെ ഞാൻ കണ്ടെത്താറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ചന്ദ്രൻ വളരെ എന്താ പറയുക, സിൻസിയറായിട്ടുള്ളൊരു മനുഷ്യൻ. എല്ലാവരും ചെറിയാണ് കേട്ടോ, ചന്ദ്രൻ മാത്രമൊന്നുമല്ല. ചന്ദ്രൻ്റെ വിചാരം ചന്ദ്രൻ മാത്രമേ ചെറിയ ആളെന്നാണ്. ഇവിടെ എല്ലാവരും ചെറിയ ആൾക്കാരാണ്, ആർക്കൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുള്ള ഒരു ആഗ്രഹവും ഒക്കെയാണ് മനസ്സിൽ ഉള്ളത്. ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ആ ഒരു ആത്മവിശ്വാസമാണ് നമ്മളെ എവിടേക്ക് എത്തിക്കുന്നത് എല്ലാ കാര്യത്തിലും. എന്തായാലും മുത്തപ്പൻ്റെ പേരിൽ ഒന്നാമത്തെ ഈ സിനിമയ്ക്ക് പിന്നിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാര്യം അത് എത്രയോ കാലങ്ങളായിട്ട് ഉള്ള ഒരു എന്തായാലും കഴിഞ്ഞാലും മിത്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാം ചിലപ്പോൾ മുത്തപ്പൻ, അല്ലെങ്കിൽ ഒരു ദൈവമാവാം, എന്താവാം. എന്തായാലും കമ്മ്യൂണിസം എപ്പോഴും നല്ലതാണ്, നല്ല കമ്മ്യൂണിസം എപ്പോഴും നല്ലതാണ്. അത് ചീത്തയാകുമ്പോഴാണ് വളരെ മോശമാവുന്നത്. എന്തായാലും വളരെ എല്ലാവരും ഈ പടം അനീഷ് പിള്ള ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഗംഭീരമായിട്ട് അദ്ദേഹത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയേണ്ടി വന്നു. അത് ആക്ച്വലി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴേ പെട്ടെന്ന് ഹേമ വന്നിട്ട് റീ റെക്കോർഡിങ് സമയത്ത് സ്റ്റുഡിയോയിൽ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, അതാരാ അത്? അവളിങ്ങനെ ഇരുന്നു കുറച്ച് നേരം. ഇതേത് ഈ മനുഷ്യൻ എന്ന് ചോദിച്ചു. അയ്യോ ഭയങ്കര അട്രാക്റ്റീവാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആണോ? ഇതാണ് എൻ്റെ പ്രൊഡ്യൂസർ. ഇപ്പോൾ കാശ് ചിലവാക്കി അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ്, പാവം. ഇത് അദ്ദേഹത്തിന് ഒരു കോംപ്ലിമെൻ്റ് കൊടുത്തതിൽ അറിയാതെ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മണിക്കൂട്ടനൊക്കെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എന്തായാലും എല്ലാ നന്മയും ഈ പടം എല്ലാവരിലും എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സിനിമ ചെയ്യുമ്പം പേയ്മെൻ്റ് ഒന്നും അല്ല, സൗഹൃദങ്ങൾ ഒരു വലിയ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നീ വിളിച്ചോ, ഞാൻ വന്നോളാം എന്ന് പറയുന്ന, ധൈര്യത്തോടെ പറയുന്ന ഒരാളാണ്. ഈ സിനിമയിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ ജോയ് മാത്യു, അദ്ദേഹത്തെ വേദിയിലേക്ക് നിറഞ്ഞൊരു കയ്യടിയോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. So ladies and gentlemen, please put your hands together and welcome on to the stage. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ മുത്തപ്പൻ ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചന്ദ്രൻ നരിക്കോടുന്ന സംവിധായകനുമായിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ സിനിമയാണിത്. ആദ്യത്തെ പടം പാതി എന്നൊരു
സിനിമയാണ്. രമേഷ് ജി പറഞ്ഞ പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. ഞാനതിൽ ഒരു തെയ്യം കെട്ടുന്ന ആളായിട്ടാണ് അന്ന് അഭിനയിച്ചത്. അപ്പോൾ തെയ്യം കെട്ടാൻ പോകുന്ന ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും എന്നറിഞ്ഞതുകൊണ്ട് ഇതിന് ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ട്, ഈ തെയ്യം കലാകാരന്മാരുടെ ഒരു സംഘടനയൊക്കെ ഉണ്ട്. കാരണം റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ തെയ്യം കെട്ടി ആ വേഷത്തിൽ ആൾക്കാരെ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ തെയ്യം കലാകാരന്മാർ അതിനെ ശക്തിയായി എതിർത്തു. കാരണം ഇതൊരു ദൈവികമായ കലയാണ്, ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്, അനുഷ്ഠാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഷ്ഠാനത്തെ ഇങ്ങനെ വ്യാപാരവൽക്കരിക്കുക അല്ലെങ്കിൽ ഒരു പ്രദർശന വസ്തുവാക്കുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അവരതിനെ എതിർക്കുകയും അങ്ങനെ തെയ്യം കെട്ടുന്ന കലാകാരന്മാർ അത്തരം വേഷങ്ങളുമായി ഇങ്ങനെ പ്രദർശന വസ്തു ആവരുതെന്ന് പറയുകയും ചെയ്തു. ആ സമയത്താണ് ഈ സിനിമ. അതിൽ ഞാൻ ആദ്യമേ ചോദിച്ചു ചന്ദ്രനോട്, ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്ന് ചോദിച്ചു. അവരുടെ ചോദിച്ചാൽ ശരിയാവും, അതിൽ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ സഹായമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. പക്ഷേ അപ്പോൾ 3 ദിവസം മിനിമം വ്രതം എടുക്കണം, മത്സ്യമാംസങ്ങളൊന്നും കഴിക്കരുത്, മദ്യപിക്കരുത്, മറ്റ് യാതൊരു ലൗകിക സുഖങ്ങളും പാടില്ല, 3 ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഒരു നല്ല കാര്യത്തിനല്ലേ, 3 ദിവസമല്ല 30 ദിവസമായാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില വ്രതങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ 3 ദിവസം വ്രതം എടുക്കുന്നു. എന്നിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇത് ഭയങ്കര ബാധിച്ച ഒരു പരിപാടിയാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഈ ഉത്തമ വില്ലൻ എന്നുള്ളൊരു സിനിമ കണ്ടിരുന്നു ഞാൻ. അപ്പം അതിൽ കമലഹാസൻ തെയ്യം കെട്ടി ആടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പമായിരിക്കുന്നു ഞാൻ വിചാരിച്ചു. അങ്ങനെ സോമപ്പടിക്കർ എന്നൊരാളാണ് എനിക്ക് വേഷം അണിയിക്കാൻ വേണ്ടി വന്ന ഒരാൾ. അപ്പോൾ ആ സമയമായപ്പോൾ ഇന്ദ്രൻ സേട്ടനും ഞാനുമാണ് ആ സീനിൽ അഭിനയിക്കുന്നത്. രാത്രി വൈകുന്നേരം തുടങ്ങി പിറ്റേ ദിവസം പുലർച്ചെ വരെയാണ് ഷൂട്ട്. ഈ രാത്രിയാണല്ലോ തെയ്യം. അപ്പോൾ അമ്പലമൊക്കെ ഞങ്ങൾ സെറ്റിട്ടതാണ്. ആ ഭാഗത്തുള്ള നാട്ടുകാർ മുഴുവൻ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മണിക്കൂറുകളോളം കിടന്നാലാണ് ഈ തെയ്യത്തിൻ്റെ വേഷം അണിയാൻ പറ്റുള്ളൂ, ഈ മുഖത്ത് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. ഈ വേഷത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല. അതൊക്കെ കഴിഞ്ഞ് ഈ വസ്ത്രമൊക്കെ ചുറ്റിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഈ സംഘാടകർ, ചില ഈ സൊസൈറ്റിയിൽ ആൾക്കാർ വന്ന് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഇവിടുത്തെ എന്നെ തെയ്യം കെട്ടാൻ വന്ന ആൾക്കാർ സാക്ഷ്യം പറഞ്ഞു, അദ്ദേഹം 3 ദിവസം വ്രതം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ഒരു ജീപ്പിലെത്തി തെയ്യം കെട്ടി ആടി. ആ തെയ്യം കെട്ടിയ സമയത്ത് ശരിക്കും നമ്മൾ ആ ചെണ്ടമേളമൊക്കെ കൂടെ വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ വേറെ ഏതൊരു ലോകത്തായി പോയി. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഒരു മാസ്മരികത എന്ന് പറയുന്നത് അതാണ്. നമ്മൾ വേറൊരാളായി മാറുകയാണ്. ആ സമയത്ത് ജോയ് മാത്യു എന്നൊരാളെ എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ചെരുപ്പൂർ ഷൂ ഇട്ടിട്ട് എത്രയോ കാലമായി നടന്നത്. അവിടെ ഫുൾ കുറ്റിച്ചെടികളും ഈ മരം വെട്ടിയിട്ടുള്ള അവിടെ തയ്യാറാക്കിയതാണ് ആ പറമ്പൊക്കെ. അത് മുഴുവൻ കാലിൽ തെറഞ്ഞു കയറുകയാണ്. മാത്രമല്ല 1 കിലോ വെയിറ്റുള്ളൊരു ചിലമ്പാണ് എന്നെ അണിയിച്ചത്. പക്ഷേ 3-4 മണിക്കൂർ നേരം നിറഞ്ഞാടി എന്ന് മാത്രമല്ല, ഇത് കണ്ടു നിന്ന ആൾക്കാർ എനിക്ക് പൈസയൊക്കെ തന്നു, ഈ ദക്ഷിണ പോലെ അനുഗ്രഹമൊക്കെ വാങ്ങാൻ വേണ്ടി. കുറേ ആൾക്കാർ ഞാൻ അനുഗ്രഹിച്ചു വിട്ടു. അങ്ങനെ അവരൊക്കെ പിന്നീട് രക്ഷപ്പെട്ടു എന്നാണ് കേട്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ചന്ദ്രൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഗംഭീരമായിട്ട്. ഞാൻ പറഞ്ഞു, ചന്ദ്ര വല്ല അവാർഡ് കിട്ടുമോ? ഈ മെനക്കെട്ടിൻ്റെ വല്ല കാര്യമുണ്ടോ? സാറിന് അവാർഡ് ഉറപ്പാണ്. ചുരുക്കത്തിൽ അവാർഡ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലെങ്കിലും ഇത്രമാത്രം എൻജോയ് ചെയ്ത് ഞാൻ ചെയ്ത് അധികം സിനിമകളുണ്ട്. പക്ഷേ അത്രമാത്രം ഞാൻ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ആ സമയത്തൊക്കെ ഉത്സവ സീസണിൽ എൻ്റെ പടം വെച്ചിട്ടായിരുന്നു പല നോട്ടീസുകൾ ഇറങ്ങിയിരുന്നത്, തെയ്യത്തിൻ്റെ വേഷത്തിലുള്ള പടം. ഇപ്പോൾ അടുത്ത കാലത്തും പയ്യന്നൂർ ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ നോട്ടീസിലും എൻ്റെ തെയ്യം വെച്ച പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലിയൊരു അംഗീകാരമാണ്. എല്ലാ അവാർഡിനേക്കാളും നമുക്ക് അംഗീകാരമായിട്ട് തോന്നുന്നത് ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിനോട് തന്നെ നമുക്ക് സ്നേഹം തോന്നുന്നു, നമ്മൾ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. ആ സിനിമ കഴിഞ്ഞു. അത് വേണ്ട രീതിയിൽ
ഞങ്ങൾക്ക് ഇതിൻ്റെ സംഘാടകർക്ക് റിലീസിങ്ങും കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഒരുപാട് ആൾക്കാർ OTT തുടങ്ങിയ സമയത്തായിരുന്നു OTT പ്ലാറ്റ്ഫോമിൽ കണ്ടു. അത് രമേഷ് ജിയുടെ അതിമനോഹരമായ പാട്ടുകൾ, അദ്ദേഹം മകളും പാടിയിട്ടുള്ള പാട്ടുകൾ അതിലുണ്ട്. ഞാനും രമേഷ് ജി തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ്. എനിക്ക് തോന്നുന്നു 80കളിൽ അല്ലേ, കലികുല എന്നൊരു നാടകം എൻ്റെ ഗുരുനാഥനായ മധുമാഷ് അവതരിപ്പിക്കുന്ന സമയത്ത് ബേപ്പൂർ നാടക പാഠശാലയുടെ ഒരു നാടകം. അന്ന് ഇപ്പോൾ രമേഷ് ജി പഠനം കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ ഒരു സ്കൂളിലാണ് ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ. LP സ്കൂള്. പലപ്പോഴും റിഹേഴ്സൽ കഴിഞ്ഞ് ലേറ്റായി കഴിഞ്ഞാൽ ആ ബെഞ്ച് അടുപ്പിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെയായിരുന്നു പതിവ്. അല്ലെങ്കിൽ 20 കിലോമീറ്ററോളം നടന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. അങ്ങനെ ഒരു ദിവസം രമേഷ് ജി വരുന്നു. അപ്പോൾ ഹിന്ദുസ്ഥാനിയുടെ പഠിച്ച ആളായിട്ടാണ് രമേഷ് ജി വരുന്നത്. പക്ഷേ മധുമാഷക്ക്, ഞങ്ങളുടെ ഡയറക്ടർക്ക് വേണ്ടത് വെസ്റ്റേൺ മ്യൂസിക്കാണ് അതിൽ. അത് കാരണം ഒരു ഗ്രീക്ക് നാടകമാണ്. പക്ഷേ രമേഷ് ജി അതും ബ്രില്യൻ്റായിട്ട് ചെയ്തു. ആ മ്യൂസിക് ഇപ്പോഴും നമ്മൾ എന്താ പറയുക മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ബലത്തിലാണ് ഞാനൊക്കെ അന്ന് സ്റ്റേജിൽ നിറഞ്ഞാടിയത്. ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ച നാടകം ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ രമേഷ് ജിയായിട്ട് ചെയ്യുന്നത് പാതിയിലാണ്. ഇപ്പോൾ ഇതിലും ചന്ദ്രനും ഞാനും തമ്മിൽ അതുപോലത്തെ ബന്ധമാണ്. ഞങ്ങൾ അധികവും വഴക്ക് കൂടും, പിന്നെ സ്നേഹിക്കും. ചന്ദ്രൻ ചിലപ്പോൾ ഭയങ്കര പാർട്ടിക്കാരനാവും, ഞാൻ പാർട്ടിക്ക് എതിരാവും. അങ്ങനെ ഞങ്ങൾ തല്ലുകൂടും. പക്ഷെ ഇതിനൊക്കെ മറികടക്കുന്ന ഒരു ആത്മബന്ധം, അതാണ് ഈ കല തരുന്നൊരു ബന്ധം. അത് പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധം എല്ലാ രാഷ്ട്രീയ ചിന്തകൾക്കും പാർട്ടികൾക്കൊക്കെ അതീതം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് വേറൊരു ആത്മബന്ധമാണ്. അത് കലാകാരനും മാത്രമേ അത് സാധ്യമാവുന്നുള്ളൂ. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും കലാകാരൻ ഉണ്ട് തന്നെ. അവനത് കണ്ടെത്തുമ്പോൾ അവൻ മറ്റൊരാളെ സ്നേഹിക്കാൻ തോന്നും. അതിൽ വിദ്വേഷമില്ല, കാലുഷ്യമില്ല, ഒന്നുമില്ല. ചന്ദ്രൻ ഞാനും തമ്മിൽ ഉള്ള അടുപ്പത്തിൻ്റെ പേരിൽ ചന്ദ്രൻ ഒരു മാസ് പടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 2-3 സബ്ജക്റ്റ് ആലോചിച്ചു. ചന്ദ്രൻ ഒന്ന് എഴുതി കൊണ്ടുവന്നു, അത് ഞാൻ നോക്കി. അങ്ങനെ പോയി. ചന്ദ്രൻ എനിക്ക് വേറൊരു സിനിമ എടുത്തു പോയി. പിന്നെയാണ് ഇതിനു വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചന്ദ്ര, ഇത് മുത്തപ്പൻ ഇത് നടക്കുമോ എന്ന് ചോദിച്ചു ആദ്യം. കാരണം ഈ മുത്തപ്പൻ സിനിമ ശ്രമിച്ച് പരാജയപ്പെട്ട് 2-3 ആളെ എനിക്കറിയാം. ഒന്നതിലും ഞാൻ നേരത്തെ പറഞ്ഞ മധുമാഷാണ്. മധുമാഷ് മുത്തപ്പൻ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറശ്ശിനിക്കടവ് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, സ്ക്രിപ്റ്റ് എഴുതുന്നു. PN മേനോൻ എന്ന് പറഞ്ഞ മരിച്ചുപോയ പ്രശസ്ത സംവിധായകൻ ചെയ്യാമെന്ന് പറഞ്ഞു ആദ്യം. പിന്നെ മധുമാഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിലും ഞാനുണ്ട് കേട്ടോ. എനിക്കെന്തൊരു വേഷം അതിലുണ്ടായിരുന്നു. അതൊക്കെ 80കളിലാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ നടന്നില്ല. പിന്നെയും ആരൊക്കെയോ മുത്തപ്പൻ ശ്രമിച്ചു, നടന്നില്ല. പക്ഷേ അവസാനം അനീഷ് പിള്ളയ്ക്കാണ് അതിനുള്ള ഒരു യോഗം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. ആ അനുഗ്രഹം അനീഷ് പിള്ളയ്ക്ക് കിട്ടി. ചന്ദ്രൻ നരിക്കോടിനും അതുപോലെ. ചന്ദ്രൻ നരിക്കോട് എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്തായ മനുഷ്യനാണ്. നേരെ സംസാരിക്കുന്നത് കേട്ടല്ലോ. പാതി അഭിനയിക്കുമ്പോൾ ഈ പ്രൊഡക്ഷൻ ഫുഡൊന്നുമില്ല, കാരവനില്ല, പ്രൊഡക്ഷൻ ഫുഡില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കളിയാക്കി കിടക്കി വയ്ക്കും, ഒരു പൊരിച്ച് മീൻ കിട്ടാൻ വല്ല മാർഗമുണ്ടോ ഉച്ചയ്ക്ക് നിൽക്കും. അതിനകത്ത് നമുക്ക് ശരിയാക്കാമല്ലോ. അടുത്ത വീട്ടിൽ പോയിട്ട് നാരായണമ്മ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ജോയ് സാറിന് മീൻ പൊരിച്ച് കൊടുക്കണം, അത് വാങ്ങിക്കൊണ്ടിടും. ഇപ്രാവശ്യം പോയിട്ടും അതുപോലെ തന്നെ കള്ള് എത്തുന്നൊരു സ്ഥലത്തായിരുന്നു ഷൂട്ട്. അപ്പോൾ ആ വീട്ടുകാർ വളരെ ആദരവോടെ എനിക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം, മീനിൻ്റെ വിവിധ വിഭവങ്ങൾ, അതോടൊപ്പം നല്ല ചെത്തിറക്കിയ കള്ള് എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ കള്ള് വളരെ അത് ആസ്വദിച്ച് കുടിച്ചു. അങ്ങനെ ഈ ആതിഥ്യ മര്യാദകളിലൊക്കെ നാടൻ രീതിയിൽ പറയാനും കാണിക്കാനും ചെയ്യുന്ന ആളാണ് ചന്ദ്രൻ കിട്ടിയ പ്രൊഡ്യൂസറും. ആ വിധത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചിട്ടാണ് ഈ പടം ഞാൻ ചെയ്തത്. പക്ഷേ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സിനിമയിൽ ഞങ്ങൾ ഒരു തോട് കടന്നു പോകുന്ന രംഗം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ തോടിൽ വെള്ളമൊന്നുമില്ല, ഞങ്ങൾ നടന്നിട്ടാണ് മറ്റേ പോയത്. ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും അരയ്ക്ക് വെള്ളമായി. പിന്നെ വെള്ളം ഇങ്ങനെ കയറി വരും. ഞാൻ ചെയ്തത് മുത്തപ്പൻ്റെ പരിപാടി എന്തെങ്കിലും കാണുമോ? കാരണം മുത്തപ്പൻ്റെ ഒരു അടയാളമായിട്ടൊരു അമ്പ് വന്ന് തറയ്ക്കുന്നുണ്ട് അവിടെ, ഒരു തീ പിടിച്ചൊരു അമ്പ്. അതിനുശേഷം വെള്ളം പൊങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുന്ന ഇവന് തോണി വന്നു. ആ തോണി കയറിയിട്ടാണ് നമ്മൾ തിരിച്ച് സന്ധ്യയ്ക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും ശരിക്കും ബേജാറായിട്ടുണ്ട്. എനിവേ മാത്രമല്ല, ഈ പടത്തിൽ ഞാൻ 1-2 നിർദ്ദേശങ്ങൾ നടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു. അവരൊക്കെ ദേഹത്തിൽ പങ്കെടുപ്പിച്ചു. അവരൊക്കെ കറക്റ്റായിരുന്നു ആ വേഷങ്ങൾക്ക്. ഇപ്പം മണിക്കുട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം മണിക്കുട്ടനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മണിക്കുട്ടൻ ഇത് മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രായമുള്ള ആളായിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അല്ല, അത് നമ്മൾ അതിലേക്കല്ല പോകുന്നത്, അദ്ദേഹത്തിൻ്റെ യൗവനകാലത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡബ്ബിങ് സമയത്ത് ഞാൻ കണ്ടു
ആ പോർഷനൊക്കെ വളരെ മനോഹരമായി അതിലെ ആയോധന കലയും അത് അദ്ദേഹത്തിൻ്റെ ശാരീരിക സൗന്ദര്യവും ഒക്കെ പ്രകടമാക്കുന്ന പ്രകടനമാണ് അതിലുള്ളത്. എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. മണിക്കൂട്ടനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് നമ്മുടെ ശ്രീനാഥൻ്റെ പടമാണ്, മറ്റേ സരോജ് കുമാറാന്ന് തോന്നുന്നത്. അതിലാണ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ഒരുപാട് പടം അദ്ദേഹം അഭിനയിച്ച ആളാണ് മണിക്കൂട്ടനെങ്കിലും ഞാനൊരു ശ്രീനാഥനോട് ചോദിച്ചു അത് ചെയ്തത് ആരാന്ന് ചോദിച്ചു. അറിയില്ല, അത് മണിക്കൂട്ടൻ. അത്ര ഡിഫറൻ്റ് ആയിരുന്നു ആ ക്യാരക്ടർ. ഇത് ഭയങ്കര ഡിഫറൻ്റാണ് ഈ ക്യാരക്ടർ. മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മണിക്കൂട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു സക്സസ് ആവും, വിജയമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ ഇത് പിന്നിൽ പ്രവർത്തിച്ച ക്യാമറാമാൻ അതുപോലെയുള്ള എല്ലാവരുടെയും സഹകരണം, നാട്ടുകാരുടെ സഹകരണം പ്രത്യേകിച്ചും. മുത്തപ്പൻ എന്നുള്ളത് ഈ നമ്മുടെ ഒരു ട്രൈബൽ കൺസെപ്റ്റാണ്. അതായത് ആദിമ മനുഷ്യൻ്റെ ഒരു മനസ്സിൽ നിന്ന് വന്നിട്ടുള്ളൊരു മിത്തോ അല്ലെങ്കിൽ അയാളുടെ ഒരു വിശ്വാസമോ ആയി വന്നിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു ശബ്ദം, സാധാരണക്കാരൻ്റെ ശബ്ദം, നായയെ കൂട്ടിന് കൂട്ടി നടക്കുന്നൊരു ദൈവം, ഇറച്ചി മീനും കഴിക്കുന്ന കള്ളു കുടിക്കുന്ന ദൈവം, ഇതൊക്കെ അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരുടെ പ്രതിരൂപമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പ്രതിരൂപം എന്ന മുത്തപ്പൻ അവിടെ നമുക്ക് പോയ സൗജന്യ ഭക്ഷണം, കള്ളു വരെ അവിടെ കുടിക്കാം, അങ്ങനത്തെ ഒരു ഏരിയയാണ് പറശ്ശിനിക്കടവ്. ഞാൻ വളരെ മുമ്പും പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റൂം പറശ്ശിനിക്കടവ് മതി എന്ന് പറഞ്ഞു. ഞാൻ പഴയ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമുള്ള പറശ്ശിനിക്കടവാണ് അന്ന് പ്രതീക്ഷിച്ചത്. ചെന്ന് നോക്കുമ്പോൾ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഇത്രയും തിരക്ക്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ പോയ പോലെ അത്രയും ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഒരിടം. അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ റൂമോട് ചേഞ്ച് ചെയ്തത്. എനിവേ ഈ സിനിമ ഒരു വലിയ വിജയമായി മാറണം. കാരണം ഇതിനെല്ലാവിധ അനുഗ്രഹങ്ങളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പരമേശ്ജി പറഞ്ഞ പോലെ ചില തോന്നലുകൾ, ചില നിമിത്തങ്ങൾ, അതൊക്കെ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ ആഗ്രഹിക്കും പലതും, എനിക്ക് അതാവണം ഇതാവണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ അതൊക്കെ കൃത്യസമയത്ത് വന്നു പെടും. ആ വന്നു പെടുന്നതിന് വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നമ്മൾ നടത്തും. പക്ഷേ ആ വന്നുപെടും. അങ്ങനെ വന്നുപെട്ടു. ആ നിമിത്തം യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തിൽ എന്നെ കൂടെ ചേർത്തതിന് ചന്ദ്രനോടും അനീഷ് പിള്ളയോടും ഇതിൻ്റെ മറ്റ് സംഘാടകരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പടത്തിന് എല്ലാ വിജയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാഗതം ചെയ്യാം ശ്രീ മുത്തപ്പൻ എന്ന ചിത്രത്തിലെ മുത്തപ്പനെ അവതരിപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മണിക്കുട്ടൻ. So ladies and gentlemen, please put your hands together and welcome him onto the stage. എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസത്തിൻ്റെ ആശംസകൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ സിനിമയുടെ അനുഗ്രഹിക്കുക, ഈ ഓഡിയോ ലോഞ്ച് സെറമണി അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഞാൻ പങ്കെടുത്തു. ജീവിതത്തിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ, ആക്ടിങ് സ്റ്റുഡൻ്റ് എന്ന് തന്നെ പറയണം, ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ സ്ട്രഗ്ലിംഗ് പീരീഡ് വളരെ കൂടുതലുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ ദൈവം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ട്, വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ നടക്കാറുണ്ട്. ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വിനയൻ സാറിൻ്റെ ബോയ് ഫ്രണ്ട് കിട്ടി. അതിനുശേഷം വീണ്ടും സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയെ വന്നു. പിന്നെ കുറേ സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് അങ്ങനെ ഓരോ സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു 3-4 വർഷത്തിൽ ഒരു സിനിമയോ എന്ന രീതിയിൽ വരും. അങ്ങനെ വീണ്ടും കുറേ സ്ട്രഗ്ലിംഗ് സമയത്ത് അല്ലെങ്കിൽ കോവിഡ് സമയത്ത് വീണ്ടും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകിയതായിരുന്നു ബിഗ് ബോസ് എന്ന ഷോയിൽ ഞാൻ വിൻ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എൻ്റെ കഷ്ടപ്പാട് മാറും, ഇനിയും നല്ല കാലം വരും. പക്ഷെ അതിന് പഴയതിനേയും കാട്ടി വലിയ കഷ്ടപ്പാടായിരുന്നു അതിനുശേഷം. അങ്ങനെ ആ കഷ്ടപ്പാടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയുടെ രൂപം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ജീവിതത്തിൽ കടന്നു വന്നത് അനീഷേട്ടൻ്റെയും ചന്ദ്രേട്ടൻ്റെയും രൂപത്തിലായിരുന്നു. ശ്രീ മുത്തപ്പൻ എന്ന ഈ കഥാപാത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചന്ദ്രേട്ടൻ വന്ന് ഈ കാര്യം പറഞ്ഞ് സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു. എന്നിപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ എൻ്റെ കഥാപാത്രം എന്താണ്? നിങ്ങളാണിതിൽ മുത്തപ്പൻ. അപ്പോൾ ഞാൻ ചേട്ടനോട് ചേട്ടാ എൻ്റെ ഏത് സൈഡിൽ നോക്കിയപ്പോഴാണ് ഒരു ദൈവത്തിൻ്റെ രൂപം നിങ്ങൾക്ക് തോന്നിയത്? കാരണം നമ്മുടെയൊക്കെ മനസ്സിലൊരു ദൈവം അല്ലെങ്കിൽ ഈശ്വര സങ്കല്പം, കുറച്ച് സൗന്ദര്യ സങ്കല്പമൊക്കെ നമുക്കുണ്ടല്ലോ. എൻ്റെ ഏത് സൈഡിൽ ചേട്ടൻ നോക്കിയപ്പം അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ആവശ്യം, എനിക്ക് മണിക്കുട്ടനെയാണ്, ഈ ഒരു ഇതിലാണ് എനിക്ക് മുത്തപ്പനെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു ഡയറക്ടർ അത്ര വിശ്വാസത്തോടെ നമ്മളോട് പറയുമ്പോഴത്തേന് അത് തന്നെ ഞാൻ പറയില്ല, ഞാൻ എന്നെ തന്നെ ഒരു അഭിനയ വിദ്യാർത്ഥിയായിട്ടാണ് കാണുന്നത്.
അതൊരു വലിയ പ്രതീക്ഷ എനിക്ക് നൽകി. പിന്നെ പൈസ മുടക്കുന്ന ആൾ റെഡിയായിരുന്നു, പിന്നെ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല, പോയി അഭിനയിച്ചാൽ മതിയല്ലോ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഈ മുത്തപ്പൻ്റെ സിനിമ ഞാനും പണ്ട് കേട്ടിട്ടുണ്ട്. മുത്തപ്പൻ്റെ കഥ ഈ പറയുന്ന പോലെ സിനിമയാക്കാൻ പലരും ട്രൈ ചെയ്ത് കൈപൊള്ളിയല്ല, അത് വിജയിച്ചിട്ടില്ല. ആ ശ്രമങ്ങളൊക്കെ വിഫലമായി പോയിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പം ഇങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്നതൊക്കെ നമ്മുടെ മാനറിസം കൊണ്ടുവരാൻ പറ്റും. പക്ഷേ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓരോ വിശ്വാസികളുടെയും ഒരു എന്താ പറയേണ്ട ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ അതിലുപരി അവരുടെയൊക്കെ ഒരു വികാരമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൈവയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് ഒരു ആക്ടർ എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം ആ ഒരു സിനിമയും കഥാപാത്രത്തെയും കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഞാൻ ചന്ദ്രനെ പറ്റി അത്യാവശ്യം അന്വേഷിച്ചു. ആദ്യം വിളിക്കുന്നത് ഇന്ദ്രൻ ചേട്ടനെയാണ്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു പണി അറിയാമെന്നുള്ള ഒരുത്തനാണ്ട, ധൈര്യമായിട്ട് ചെയ്തു. അതിപ്പോൾ കലോഭവൻ ഷാജോൻ ചേട്ടനും പറഞ്ഞു പണി അറിയാമെന്നുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് അപ്പം മുതിർന്ന തലമുറയിലുള്ള ജോയ് മാത്യു സാറിൻ്റെ നമ്പർ എൻ്റെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചാൽ. പിന്നെ സാറിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു സൗഹൃദമല്ല, ഞാനൊരു ഗുരുവിൻ്റെ സ്ഥാനത്തൊക്കെ കാണുന്ന, ഒരു യൂണിവേഴ്സിറ്റിയായി കാണുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അടുത്ത തലമുറയിൽ ഇനി എന്താണ് പുള്ളിയെ, ഈ പാതി എന്നൊരു സിനിമ ഞാനൊന്നും കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് കണ്ടു. ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി, പണി അറിയാമെന്നുള്ള ആളാണ്, നമുക്ക് തീർച്ചയായിട്ടും കൈ കൊടുക്കേണ്ട ആളാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് രമേശ് സാറിൻ്റെ മകൾ മധുശ്രീ എൻ്റെ ജിമ്മേറ്റാണ്. അപ്പം നമ്മളൊരു ജിമ്മിലാണ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ട് സാറാണ് മ്യൂസിക് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ മധുവിനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചന്ദ്രേട്ടൻ്റെ സിനിമയാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത തലമുറ, എന്നെക്കാട്ടി ഒരുപടി താഴെ തലമുറയുള്ള ഒരാളാണ് മധുശ്രീ. മധു ചന്ദ്രേട്ടനെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ചന്ദ്രേട്ടൻ സിനിമയെന്ന് പറഞ്ഞാൽ മണിക്കൂട്ട അതാണ്. ഞാൻ ആ തലമുറയിലുള്ളവർക്കും ഈ തലമുറയിലുള്ളവർക്കും ചന്ദ്രേട്ടൻ്റെ പാതി എന്ന സിനിമ കൺവേ ചെയ്യിക്കാൻ സാധിച്ചു. അപ്പം തന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല, നേരെ ചന്ദ്രേട്ടനെയും അനീഷനും ചേട്ടൻ നമുക്കിത് ചെയ്യാം, തീർച്ചയായിട്ടും ഞാൻ ഒരു റെഡിയാണ്. പിന്നെ ചന്ദ്രേട്ടൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി അത്യാവശ്യം പൈസ തന്നു. പക്ഷെ ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ചിന്തിച്ചു. കാരണം ചന്ദ്രേട്ടൻ ഈ പറയുന്ന പോലെ ആക്ടിങ് ഗ്രൂമിങ്, ഈ കോഴ്സ് ഈ പറഞ്ഞ പോലെ നാട്യക്കളരി അഭിനയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അഭിനയം പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളും പിന്നെ സിനിമയിൽ നിന്ന് ഞാൻ ഗുരുക്കന്മാരായി കാണുന്ന അല്ലെങ്കിൽ സീനിയർ ആക്ടേഴ്സ് അവരിൽ നിന്ന് പഠിച്ചെടുത്ത ഡയറക്ടർമാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ പഠിച്ചതേ ഉള്ളൂ. ഭാഗ്യത്തിന് 14 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 14 ദിവസം പുള്ളിയുടെ അഭിനയ കളരിയിൽ പൈസ കൊടുക്കാതെ എനിക്ക് പഠിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ കുട്ടികൾ വന്നിട്ട് നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എനിക്ക് അങ്ങനെയൊരു ഭാഗ്യം കിട്ടി. തീർച്ചയായിട്ടും നേരത്തെ ആങ്കർ നമ്മുടെ കുട്ടി പറഞ്ഞതുപോലെ ഇതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം അത് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കിയത്, ഞാൻ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മതവിശ്വാസം എന്താണെന്നുള്ള ഞാൻ അറിയിക്കുന്നില്ല. പക്ഷേ എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എല്ലാ രാഷ്ട്രീയത്തെയും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതെനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയൊരു പാഠമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ മുത്തപ്പൻ്റെ കഥാപാത്രം ചെയ്ത സമയത്ത് ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ബഹുമാനിക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, വ്രതം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാ ഒരുക്കങ്ങളോടുകൂടി തന്നെയാണ് മുത്തപ്പൻ്റെ കഥാപാത്രത്തിലേക്ക് ഞാൻ സമീപിച്ചത്. ഇനി ഇത് സ്ക്രീനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ ഇതല്ല. കാരണം ഞാനിപ്പം ജോയ് സാറും രമേശ് സാറും ഒക്കെ ഈ കഥാപാത്രം ചെയ്ത് നന്നായെന്ന് പറയുന്നു. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ചന്ദ്രേട്ടന് തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ആ വരയിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചിട്ടില്ല. അത് അതേപോലെ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ദൈവികമായ മുഹൂർത്തം എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ലൊക്കേഷനിൽ പ്രൊഡ്യൂസറും ഡയറക്ടറും നല്ല വഴക്കായിരുന്നു. നല്ല വഴക്കുണ്ടായിരുന്നു. ആ വഴക്ക് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി പരമായിട്ടുള്ളൊരു വഴക്കാണ്. അത് വളരെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള വഴക്ക് നന്നാവുമ്പോഴത്തേനെ ഇതേപോലൊരു മനോഹരമായൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇതുപോലെ മനോഹരമായൊരു ട്രെയിലർ ലോഞ്ചും ഒരു ഓഡിയോ ലോഞ്ചും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കണ്ടില്ലേ, ഈ പറയുന്ന പോലെ ഇന്ന് എനിക്കറിയില്ല എത്ര സിനിമയിൽ ഇങ്ങനെ ഒരു ഭാഗ്യം മുത്തപ്പനെ വന്നിട്ടാണ് നമ്മുടെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത്, നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. അതെനിക്ക് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞങ്ങൾ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നില്ല. ജോയ് സാറും മധുബാലേട്ടൻ എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. മധുബാലേട്ടൻ, മീര ചേച്ചിയൊക്കെ എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇത് പ്രധാന കഥാപാത്രം ചെയ്ത മോള്, അവൾ ഇതിൽ പെർഫോം ചെയ്ത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ അവളുടെയാണ്. അവളെ എനിക്ക് കൂടുതൽ പഠിച്ചില്ലെന്ന് മോൾ എനിക്കറിയില്ല. പക്ഷേ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പ്രൊഡ്യൂസറിൻ്റെ കാര്യം, രമേശ് സാറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല.
പ്രൊഡ്യൂസർ നിന്ന് എല്ലാവരും, ചന്ദൻ ചേട്ടൻ, പിന്നെ വയനാട് നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൽ അഭിനയിക്കാൻ വന്നിരുന്നു. അവരെയും പ്രത്യേകം ഓർക്കണം. കാരണം നമ്മുടെ ചന്ദൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ആള്, പിന്നെ പ്രത്യേകിച്ച് കണ്ണൂരിലെ ഇതൊരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഇന്നത്തെ ദിവസം. നമ്മുടെ ഈ പറയുന്ന പോലെ ക്യാമറയുടെ മുമ്പിലും പിന്നിൽ നിന്ന് ഒരുപാട് പേരുടെ, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പ്രയത്നം തന്നെയാണ് ഇന്ന് ഈ ദിവസം. വളരെ ചെറിയൊരു ബഡ്ജറ്റ് ഒരുപാടുണ്ടെങ്കിലും അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്, പക്ഷെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനം ഒരു കയ്യടി നമ്മുടെ കണ്ണൂരിലെ നാട്ടുകാർ പ്രത്യേകിച്ച് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒരാളുടെ പേര്, ജോസേട്ടൻ്റെ പേര് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ജോസേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ ഷൂട്ടിംഗ് മിക്ക ഭാഗവും നടന്നത്. ജോസേട്ടൻ മക്കളൊക്കെ പുറത്താണ്. ഈ ജോസേട്ടൻ്റെ വീട്ടിൽ മക്കൾ വരുന്നൊരു പ്രതീതിയായിരുന്നു. കാരണം നമ്മളവിടെ വരുമ്പോൾ ജോസേട്ടൻ ചായ, ഫുഡ് പുറത്തുനിന്ന് നല്ല വേണ്ട ചേട്ടൻ, നമ്മൾ അയ്യോ ഇല്ല നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കണം. കാരണം ഇത് മുത്തപ്പൻ്റെ കഥയാണ്. ഈ സിനിമ പുറത്തിറങ്ങേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പൻ അല്ലെങ്കിൽ ശ്രീ മുത്തപ്പനെ ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ കണ്ണൂരുകാർ, അതിലുപരി എല്ലാ മലയാളികളും സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ജോസേട്ടന് പിന്നെ അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഈ സമയത്ത് നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ രമേഷ് സാറിൻ്റെ ഫസ്റ്റ് ടൈമാണ് അദ്ദേഹം മ്യൂസിക് ചെയ്തൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത്. സാർ, എനിക്കൊരു വലിയ ദൈവാനുഗ്രഹം, മുത്തപ്പൻ ക്യാരക്ടർ ചെയ്തതുപോലെ തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കിയാണ് സാർ. സാറ് നമ്മൾ പറയില്ലേ, നമുക്കൊക്കെ സിനിമയൊക്കെ ഈ കണ്ടു വളരുന്നതൊക്കെ ഇവരുടെ ഈ പറയുന്ന ഇതാണ്. അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ മൊയ്തീൻ ആ പാട്ട് അവാർഡ് കിട്ടിയ സമയത്തൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്താണ്, സാർ അവിടെ താമസിക്കുകയാണ്, നമുക്കൊരു സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാർ, സാറിൻ്റെ ഒരു പ്രസൻസ് എനിക്കൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഞാൻ പറയില്ലേ, കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് വരുന്നത്. അപ്പോൾ പ്രസംഗം കുറച്ച് നീണ്ടുപോകും, കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും പോയി കാണണം, എൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. താങ്ക് യു. ഞാൻ അടുത്തതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് പോകുന്നത്, എല്ലാവരിലും ചിരി പടർത്തുകയും കാണികളെ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന മുൻഷി രഞ്ജിത്ത്, അതായത് നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആദ്യമേ സംഭവം ചീറ്റിപ്പോകുന്ന രീതിയിലാണ് വിളിച്ചത്. എല്ലാവരും ചിരിപ്പിക്കുമെന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞ് ചിരിപ്പിക്കാനാണ്. എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രൻ, സംവിധായകൻ ചന്ദ്രൻ ചുളുവിൽ മുത്തപ്പൻ്റെ അനുഗ്രഹം കൈമടക്കായിട്ട് കൊടുത്ത് ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് മുത്തപ്പൻ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളതാണ് സംശയം. ഞാൻ വിചാരിക്കുന്ന അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും, അറിയാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സാധാരണക്കാരനെന്ന് 7 പ്രാവശ്യം പറഞ്ഞു. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാവരും പാറ്റിട്ടുകൊണ്ടിരിക്കുകയാണ്, പുള്ളി മാത്രം മുണ്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശീലമാണ്. മണിക്കൂട്ടിൻ്റെ അടുത്ത് എനിക്ക് ഒരു കൃത്യമായ ഒരു വാണിംഗ് തരാറുണ്ട്. 14 ദിവസം ചന്ദ്രൻ്റെ അഭിനയ കളരിയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും മോശമായിരുന്നു. അവൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഞാനാണ്. അതുകൊണ്ട് അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ സൂക്ഷിച്ച് വേണം പ്രയോഗിക്കേണ്ടത്. കാരണം മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ടൊരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുകയും അതിനുശേഷമുള്ള അഭിനയ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. സാധാരണ ഒരു സിനിമയുടെ പൂജയ്ക്ക് പോകാൻ നമ്മൾ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ പൂജയൊന്നും കാണാറില്ല, കുറേ ജാട മാത്രമേ കാണാറുള്ളൂ. ഇവിടെയാണ് ഒരു ആത്മീയമായ ഒരു ഡിവൈനായിട്ടുള്ള ഒരു ചടങ്ങിലൂടെ നമ്മളൊരു സിനിമയുടെ ഒരു ചടങ്ങ് ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നത്. അത് മുത്തപ്പൻ്റെ അനുഗ്രഹം ഉള്ള ഒരു വേദിയായി മാറി. മുത്തപ്പൻ ഒരു മിത്താണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി ഭാവിയിൽ ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും, ഒരു ചർച്ചയൊക്കെ ആകുമായിരിക്കും. പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും ഒരു നന്മയുള്ള ഒരു സത്യസന്ധമായ ഒരു സിനിമ ഇവർ ചെയ്ത് തീർത്തിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ സിനിമ ഓടുക എന്നാണ് സാധാരണ പറയാറ്. സാധാരണഗതിയിൽ ഇറങ്ങുന്ന സിനിമയുടെ പ്രൊഡ്യൂസർമാരാണ് ഓടാറ്. നമ്മുടെ പ്രൊഡ്യൂസർ സിനിമയും തിയേറ്ററിൽ തന്നെ ഉണ്ടാവുകയും പ്രേക്ഷകർ ഓടി തിയേറ്ററിൽ എത്തുകയും ചെയ്ത് ഇതൊരു നല്ല സിനിമയായി, നല്ലൊരു വിജയ ചിത്രമായി പ്രേക്ഷകരിലേക്ക് എത്താൻ ഒരു അവസരമായി മാറട്ടെ എന്ന് മാത്രം ആണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. ഈ ഒരു നല്ല ചിത്രം വൻ വിജയമാകട്ടെ. താങ്ക് യു. ഈ ചിത്രത്തിൽ ഒരു കണ്ണൂരുകാരി എന്ന നിലയിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് എന്നാണ് അല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അലയുടെ വാക്കുകളിലേക്ക് കടക്കാം. നമസ്കാരം. ഇവിടെ പറഞ്ഞതുപോലെ തിറകളുടെയും തറികളുടെയും നാടായ കണ്ണൂരിൽ, അതും പറശ്ശിനിക്കടവിൻ്റെ അയൽക്കാരിയാണ് ഞാൻ. എനിക്ക് പണ്ട് തൊട്ടേ കുഞ്ഞുനാളിലേ ഉള്ളൊരു ആഗ്രഹമാണ് പുരാണ കഥയിൽ ദേവി അങ്ങനത്തൊക്കെയുള്ള ഒരു ക്യാരക്ടർ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണമെന്നുള്ളത്.
പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമല്ല. എന്നാലും എന്നെ ഒരു ശ്രീ മുത്തപ്പൻ എന്നൊരു മൂവിയിലേക്ക് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ എന്തോ ആണ് വിചാരിച്ചിരുന്നത്. ആദ്യം ഈ ക്യാരക്ടർ വേറെ ഏതൊരു കുട്ടി ചെയ്തിരുന്നു. പിന്നെ എന്തോ ഒരു കാരണം കൊണ്ട് ആ ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കുഞ്ഞുനാളിലൊക്കെ നമ്മൾ പറശ്ശിനിക്കടവിൽ പോകുമ്പോൾ, വീടിൻ്റെ അടുത്ത് പറശ്ശിനിക്കടവിൽ എല്ലാ കുട്ടികളും കൂടി അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭക്തിയൊന്നുമല്ല, അധികം ചന്തയും പിന്നെ അവിടുത്തെ കടലയും തേങ്ങപ്പൂളും പിന്നെ ചായയൊക്കെ കുടിക്കാനുള്ള അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ പോയി വിശക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കഴിക്കാൻ ഒരു ഭയങ്കര, നമ്മുടെ നാട്ടിലെല്ലാവരും പോയി അവിടെ എല്ലാ മനുഷ്യരും ഈ പറഞ്ഞ പോലെ ജാതി മതഭേദമന്യേ എല്ലാവരും ഇരുന്ന് അവിടുന്ന് കുറച്ചു നേരം അവിടെ ആ ചായപ്പുരയിലും സമയം ചെലവഴിച്ചിട്ടാണ് അവിടുന്ന് വരാറ്. അവിടുത്തെ ഒരു സൽക്കാരമാണ് അതെല്ലാവർക്കും ഉള്ളത്. അങ്ങനെ പോയി തുടങ്ങിയതാണ്. പിന്നെ അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു ചെണ്ടമേലെ ഒരു കോലൊക്കെ വീഴുമ്പോൾ നമുക്കറിയാതെ ഉള്ളിലൊരു ഭക്തി ഇങ്ങനെ വന്നു തുടങ്ങും. പിന്നെ കുഞ്ഞുനാളിൽ തൊട്ടേ നമ്മൾ എല്ലാ അമ്പലത്തിലും പോകുമ്പോൾ എനിക്ക് ഈ ഭക്തി എന്ന് പറയുന്നത് ആൽത്തറയിലിരിക്കുമ്പം പഴയ കാലത്തുള്ള ആ ഒരു കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെയാണ് വന്നു തുടങ്ങിയിരുന്നത്. ഇപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനറിയില്ല. എന്നാലും ഈ പുനരുദ്ധാരണം ഇപ്പോൾ കുറേ ബിൽഡിങ് പോലെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ആ ഒരു അത്രത്തോളം ഉള്ളിലേക്ക് വരുന്നില്ല ഒരു ഭക്തിയുടെ ആ സംഭവം. ഇപ്പോൾ ഈ മുത്തപ്പൻ്റെ ഇവിടെ ഈ വേദിയിൽ ഇതുപോലെ ഒരു ചടങ്ങിൽ മുത്തപ്പൻ ഇവിടെ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര ഉള്ളിൽ ആ ചെണ്ടമേളം കൂടി തുടങ്ങിയപ്പോൾ ഈ ഓഡിയോ ലോഞ്ച്, ഈ ട്രെയിലർ ലോഞ്ച് ഇത്ര മനോഹരമായി വന്നപ്പോൾ ഈ സിനിമയും കൂടി അതുപോലെ ആൾക്കാരെല്ലാവരും ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മൾ പഴയകാല ഓരോ സീരിയലിലൊക്കെ ആണെങ്കിൽ പുരാണ വേഷം ചെയ്തവരെ നമ്മൾ പിന്നീട് കുട്ടികളൊക്കെ ആ രൂപത്തിലാണ് ആരാധിക്കുക. അതുപോലെ ഇനി മുത്തപ്പൻ എന്ന് പറയുമ്പോൾ ഇനി മണിക്കുട്ടൻ്റെ രൂപമായിരിക്കും വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുക മനസ്സിൽ. അതുപോലെ ജോയ് മാത്യു സാറിനെയൊക്കെ ഞാൻ പണ്ടേ കാണണം. അതുപോലെ രമേശ് നാരായണൻ സാറിൻ്റെ പറയാൻ മറന്ന പരിഭവങ്ങൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യമായി കാണുന്നു. ചന്ദൻ സാറിനും അനീഷ് സാറിനും അതുപോലെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും, എൻ്റെ മോളായി അഭിനയിച്ച കുട്ടിക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം. മുത്തപ്പൻ ഇത് നമ്മൾ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷമായി ഈ മുത്തപ്പൻ പടം തുടങ്ങിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തപ്പന് ഒരു 800 വർഷം പഴക്കമുള്ള ഒരു 3 സെഗ്മെൻറ്റിലൊക്കെയാണ് ഈ കഥ പോകുന്നത്. 800 വർഷം പഴക്കമുള്ളൊരു സ്റ്റോറി, 300 വർഷം പഴക്കമുള്ളൊരു സ്റ്റോറി, പിന്നെ ന്യൂ ജനറേഷൻ സ്റ്റോറി, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോറി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് മാറ്റി ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചന്ദ്രനറിയാതെ കംപ്ലീറ്റ്, അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷെഡ്യൂളാണ് നമ്മൾ മാറ്റി കംപ്ലീറ്റ് ഒരു 10 ദിവസം വീണ്ടും മാറ്റി ഷൂട്ട് ചെയ്തത്. ഞാനൊരു മുത്തപ്പൻ വിശ്വാസിയാണ്. അതുകൊണ്ട് ആയിരിക്കും എനിക്ക് ഈ പടം ഒരുപാട് പേര് ഞാനും കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മുടെ ചന്ദ്രൻ നരിക്കോട് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഈ പടം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയുള്ള ഒരാളല്ല, ഞാൻ പുറത്തുള്ള ഒരാളാണ്, ഒരു പ്രവാസിയാണ് ഞാൻ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ചന്ദ്രൻ ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് കഥയൊന്നും ചെയ്തു വന്നപ്പോൾ ഒരു സിനിമയാക്കിയാൽ എന്താണ്. ഞാൻ നോ എന്ന് പറഞ്ഞില്ല, നമുക്കാവാമെന്നാണ് പറഞ്ഞത്. അതാണ് മുത്തപ്പൻ സിനിമ. ഇപ്പോഴും അതിൽ ഞാൻ എല്ലായിടത്തും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, രമേശ് ജി പറഞ്ഞ മാതിരി അത്ര വലിയതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒരു ചെറിയ വേഷമാണ്. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ എന്നോട് സഹകരിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഞാൻ ഇതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ജോയ് സാറ് ഞാൻ നമ്മളൊരു നല്ല ബന്ധമുണ്ടായി. രമേശ് ജി നല്ലൊരു ബന്ധമുണ്ടായി. മണിക്കുട്ടൻ എനിക്കൊരു അനിയനെ കിട്ടി. അങ്ങനെ മുൻഷി രഞ്ജിത്ത് എല്ലാവരും, അതായത് നമ്മളൊരു ടീം വർക്ക്. അത് കൂടാതെ
എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പടത്തിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് കലാകാരന്മാർ, ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 10-40 പേര് ഇതിൽ ഈ പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ 40 പേര് ഒക്കെയാണ് പ്രൊഡക്ഷൻ ടീം. അവരായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ ജോയ് മാത്യു സാർ പറഞ്ഞ പോലെ, അങ്ങോട്ട് പോയപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ തോടായിരുന്നു, നടന്നിട്ട് പോയി. തിരിച്ച് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോയപ്പോൾ ഏറ്റ സമയമായിരുന്നു, കംപ്ലീറ്റ് വെള്ളം കയറി 2 തോണി അടുപ്പിച്ച് കെട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുമാതിരി ഒരുപാട് റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്ത സാധനമാണ്. ഒരു പുതിയ എന്താ പറയുക, ഒരു പുതുമുഖ നടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ കാലുവെച്ചതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞിട്ടുള്ളത്. കാരണം ചന്ദ്രൻ സാർ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വേണ്ടി എന്നെ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സാറിൻ്റെ അടുത്ത്, കാരണം ഈ സിനിമയ്ക്കും 1 വർഷം മുന്നേ സാറ് ഞാൻ വേറൊരു പടം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇവിടുന്ന് എന്നെപ്പറ്റി അറിഞ്ഞിട്ട് സാർ അങ്ങനെ വിളിച്ചു. സാറിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് എനിക്ക് ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. സാറിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. പിന്നെ അതങ്ങനെ വിട്ടുപോയി. പിന്നെ ഏകദേശം ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം സാർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട്, വിദിഷിത എന്തായാലും അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം എല്ലാവരും പറയുന്നത് പോലെ മുത്തപ്പൻ്റെ അനുഗ്രഹം ഏതൊക്കെയോ വഴിയിൽ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര പ്രൗഡ് മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെനിക്ക് നിങ്ങളോട് ആരോടും കൂടുതൽ വാക്കുകളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിവേ, എല്ലാത്തിനും ഈശ്വരനോടും നന്ദി, പ്രത്യേകിച്ച് ചന്ദ്രൻ സാറിനോടും ഈ സിനിമയുടെ ടീം മെമ്പേഴ്സിനോട്, പ്രത്യേകിച്ച് ഇത്രയും വിശിഷ്ട വ്യക്തികളുടെ കൂടെ ഇങ്ങനെയൊരു സദസ്സ് പങ്കിടാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ മണിക്കൂട്ടൻ്റെ കൂടെ എനിക്ക് കൂടെ നിന്ന് ആ ഒരു സീനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ എനിക്കൊരു എന്താ പറയേണ്ടത്, എൻ്റെ ഒരു ഡ്രീമായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുന്നേ എന്നറിയില്ല, ഇതൊക്കെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിരുന്നതാണ്. പക്ഷെ അതൊക്കെ വെറും ഒരു സ്വപ്നമായേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്ന് എനിക്ക് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഈ കലാകാരിയായി തന്നെ ജീവിക്കണം എന്ന അത്രയും ആഗ്രഹത്തോടെ ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ ഇവിടെ എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. തുടർന്നും എനിക്ക് നല്ല നല്ല സിനിമയിൽ അവസരം കിട്ടാൻ നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകണം. എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു. ഡയറക്ടർ ചന്ദ്രൻ സാർ വളരെ നന്ദിയുണ്ട്. പിന്നെ പ്രൊഡ്യൂസർ അനീഷ് അങ്കിളിനോടും വളരെ നന്ദിയുണ്ട്. പിന്നെ ഓക്കെ, ഒരു കൊച്ചു കൂട്ടുകാരി അല്ലേ, കണ്ണൂരുകാരി തന്നെയാണ് അല്ലേ, വളരെ രസമായിട്ട് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. പിന്നെ പേടികൊണ്ടാണെന്ന് അറിയില്ല, പഠിച്ചതൊക്കെ ഒന്ന് മറന്നുപോയി, ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. പക്ഷെ എന്നാലും നമ്മുടെ കൊച്ചു തകർക്കട്ടെ ഈ സിനിമയിൽ. നല്ലൊരു കൈയടി, നമ്മുടെ പ്രാർത്ഥന എന്നാണ് നല്ലൊരു കൈയടി നമുക്ക് സമ്മാനിക്കാം. സോ വൺസ് അഗൈൻ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. പ്ലീസ് ബി സീറ്റഡ്.